നാളെ മകരസംക്രാന്തിയാണ്. മകരവിളക്കിന് ഒരുങ്ങുകയാണ് ശബരിമല. പരാതിരഹിതമായ ഒരു തീർത്ഥാടന കാലം കൂടി പൂർത്തിയാകുമ്പോൾ ഏത് രീതിയിലാണ് മകരവിളക്കിനുള്ള ഒരുക്കങ്ങളൊക്കെ സന്നിധാനത്ത് നടക്കുന്നതെന്ന് പറയുന്നു സനോജ് സുരേന്ദ്രൻ. മകരവിളക്കിന് വേണ്ടിയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 2 ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് വിവിധ ഇടങ്ങളിൽ പർണശാലകൾ കെട്ടി മകരവിളക്ക് കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത്. തീർത്ഥാടകർക്ക് വേണ്ട എല്ലാവിധ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും സർക്കാരും പോലീസും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പർണശാലകളിൽ പാചകം ചെയ്യുന്നതിന് കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇടങ്ങളിലെല്ലാം ദേവസ്വം ബോർഡ് 3 നേരവും തീർത്ഥാടകർക്ക് ഭക്ഷണം എത്തിക്കുകയാണ്. അതുപോലെ തന്നെ നാളെ 12 മണിവരെ മാത്രമാണ് തീർത്ഥാടകർക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള പ്രവേശനം. 10 മണിവരെ മാത്രമാണ് നിലയ്ക്കൽ നിന്നും പമ്പയിലേക്കുള്ള KSRTC സർവീസുകൾ ഉണ്ടാവുക. അങ്ങനെ എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നത് തീർത്ഥാടകരുടെ സുരക്ഷ മുന്നിൽ കണ്ടാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കുകയുണ്ടായി. രാവിലെ 10 മുതൽ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് KSRTC ബസ്സുകൾക്ക് നേതൃത്വം. തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് കടന്നു വരുന്നതിനാൽ നാളെ ഉച്ചയ്ക്ക് 12-ന് ശേഷം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടില്ല. 5000-ലേറെ പോലീസുകാരെയാണ് ഇപ്പോൾ വിവിധ ഇടങ്ങളിലായിട്ട് പോലീസ് സുരക്ഷയുടെ ഭാഗമായി വിന്യസിച്ചിട്ടുള്ളത്. ശക്തമായ സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർത്ഥാടകർ സുരക്ഷിതമായി വീടുകളിൽ എത്തിക്കുന്നതുവരെ പോലീസ് നിതാന്ത ജാഗ്രതയിലായിരിക്കുമെന്ന് ADGP ശ്രീജിത്ത് വ്യക്തമാക്കുകയുണ്ടായി. 5000-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ പമ്പ, നിലയ്ക്കൽ, സന്നിധാനം, എരുമേലി, ഇടുക്കിയായിട്ട് ഈ മകരജ്യോതി ദർശനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു 1440-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ തിരുവാഭരണ ഘോഷയാത്രയുടെ കൂടെയും നിയോഗിച്ചിട്ടുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പൂർണ്ണമായ സഹകരണത്തിന് ഫോറസ്റ്റ്, എക്സൈസ്, ഫയർ ആൻഡ് റെസ്ക്യൂ എല്ലാവരും പൂർണ്ണമായി സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഉദ്യമം പൂർത്തീകരിക്കാൻ പോകുന്നത്. അതിന് ഹെൽത്തുകാരുടെയൊക്കെ വളരെ നിർണായകമായ റോളുണ്ട്, ദേവസ്വത്തിൻ്റെ ഉണ്ട്. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തീർത്ഥാടകർ ഈ ജ്യോതി ദർശനം കഴിഞ്ഞ് സുരക്ഷിതരായി സ്വവസതികളിൽ എത്തുന്നിടത്താണ് നമ്മുടെ ഈ തീർത്ഥാടനത്തിൻ്റെ വിജയം എന്ന് നമ്മൾ കാണുന്നത്. മന്ത്രി VN വാസവൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ADGP ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. നാളെ രാവിലെയാണ് ഹരിവരാസന അവാർഡിൻ്റെ വിതരണം നടക്കുക. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ് ഹരിവരാസന അവാർഡ് ഇത്തവണ നൽകുന്നത്. ഒപ്പം തന്നെ തമിഴ്നാട് ദേവസ്വം മന്ത്രിയും ഈ ചടങ്ങിൽ സന്നിഹിതനായിരിക്കും.